ഇപ്പൊ തന്നെ ഈ ശാരിയാണ് സിദ്ധാർത്ഥ സാറിന്റെ തലയടിച്ച് പൊട്ടിച്ചെങ്കിൽ ഇവളടക്കം എല്ലാവരോട് പോയി കാത്തുകെട്ടി കിടക്കില്ലേ? സ്വന്തം ഭാര്യയുടെ അച്ഛന്റെ തലയടിച്ച് പൊട്ടിച്ചിട്ട് നന്ദനൊന്ന് വന്നോ? ഒന്ന് വിളിച്ചു ചോദിച്ചോ? ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ? ആ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഉള്ളില് നല്ല വിഷമവും ഉണ്ട്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? സംഭവം നടന്നിട്ട് ഇത്രയും നേരമായിട്ടും ചന്ദ്രത്തുനിന്ന് ആരും വരാത്ത എന്താ? ഗിരീഷും മുരളിയൊക്കെ വന്നല്ലോ. അവർക്ക് മാത്രം വരാൻ എന്താ ഇത്ര പ്രയാസം? അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? നന്ദുവിന് വരാൻ പറ്റുമോ? അറിയാതെയാണെങ്കിലും അച്ഛൻ ആശുപത്രിയിലായതിന്റെ ഉത്തരവാദിത്തം നന്ദുവിനല്ലേ? അവിടെ അമ്മയും അച്ഛനും ഒക്കെ അതിന്റെ ഒരു അവസ്ഥയില്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതുമല്ല, വരാത്തവര് വരണ്ട. ആരെയും കണ്ടിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അച്ഛൻ എത്രയും പെട്ടെന്ന് ഭേദാവുക, പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുക, അതിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അമ്മ മുറിയിലോട്ട് ചെല്ല, വിശ്രമിക്ക്. അതെ, അമ്മ ചെല്ല്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാധവേട്ടൻ അപ്പം തുടങ്ങും. നന്ദൻ മോനെ എവിടെയാ? അവന് വിഷമാണോ? ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന്. നന്ദനെ കാണണം എന്നാ പറയുന്നത്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും അറിയാൻ വയ്യ. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം കാണില്ലേ മകളെ വിവാഹം ചെയ്ത വീട്ടിൽ നിന്ന് അന്വേഷിച്ചു വരണമെന്ന്? ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? അവസ്ഥകൾ ഇങ്ങനെയൊക്കെയല്ലേ? ചേച്ചി നന്ദേട്ടനെ പറ്റിയല്ല ചിന്തിക്കുന്നേ? പോലീസ്, കേസ്, കോടതി അതൊക്കെയാണോ? ചേച്ചി ഈ കേസിന്റെ പുറകെ തൂങ്ങരുത്. ഞാൻ ഉള്ള കാര്യം പറയാ. ചെയ്തവരങ്ങ് അനുഭവിക്കട്ടെ. ചേച്ചിക്ക് ചില സെന്റിമെന്റ്സ് വന്നിട്ടുണ്ടെന്നറിയാം. അത് വേണ്ട. ചേച്ചി ഇതുവരെ നല്ല ബോൾഡായിട്ടാ നിന്നേ. അതുപോലെ മതി ഇനി അങ്ങോട്ടും. വീട് മാറിയത് ആശ്രമത്തിലെ തിരുമേനി പറഞ്ഞിട്ടാണോടാ? ആ, പ്രഭാ മാഡത്തിന്റെ ഒരു വിശ്വാസം. എന്നാലും രാത്രിക്ക് രാത്രി മാറേണ്ട കാര്യമില്ലായിരുന്നു. അതൊക്കെ അവരുടെ താല്പര്യമല്ലേ അമ്മേ. എന്തായാലും ഇപ്പൊ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. എന്താടാ നിനക്കൊരു വിഷമം പോലെ? ഏയ് ഒന്നുമില്ലമ്മേ. രജനി എവിടെ അമ്മേ? അവളകത്തുണ്ട്. നീ കഴിച്ചില്ലല്ലോ, ഞാൻ എടുത്തു വയ്ക്കാം. അല്ല, രജനി എന്താ കിടക്കുവാണോ? ഇല്ല, അവള് മുറിയിലുണ്ട്. അമ്മയ്ക്ക് എന്തൊരു മൂഡ് ഔട്ട്? എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ ഭക്ഷണം എടുക്കാം. ആ, കാര്യം പറമ്മേ. മാധവേട്ടൻ ആശുപത്രിയിലെന്ന് അറിഞ്ഞിട്ടും അവിടുത്തെ കാര്യമൊന്നും ഇതുവരെ ചോദിച്ചില്ലല്ലോ. ഞാൻ രജനിയായിട്ടൊന്ന് പിണങ്ങി. ഓ,
അമ്മായിയമ്മയും മരുമോളും തമ്മിൽ പിണങ്ങിയോ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു സംഭവം. പിണങ്ങാൻ എന്താ കാര്യം? പറ. ഞാൻ പറയാം. വേണ്ട, ഞാൻ തന്നെ പറയാം. മോനെ, ഞാൻ ദേവികയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയം രജനി വന്ന് ഫോൺ പിടിച്ചു വാങ്ങി. എന്നിട്ട് ദേവിയോട് ചൂടായി സംസാരിച്ചു. എനിക്കിഷ്ടപ്പെട്ടില്ല. ഗിരി, ഇനി എന്തൊക്കെയായാലും ദേവികയോട് ചിരിച്ചു കളിച്ച് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നന്ദനെ ഉപേക്ഷിച്ച് പോയിട്ട് ഇനിയിപ്പോ അവളുടെ അച്ഛൻ ഹോസ്പിറ്റലായതിന്റെ പേരില് അവനെ ഉപദ്രവിക്കുന്ന എന്റെ പേടി. ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു. എന്നാലും ഫോൺ പിടിച്ചു വാങ്ങി അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവൂടാ. നന്ദൻ കൊലപാതകയാണെന്ന് സത്യം പറയണം. രജനി മോളോട് ഇപ്പൊ തന്നെ ഒന്നും പറയാൻ നിൽക്കണ്ട. സമയവും സാവകാശം നോക്കി പറഞ്ഞാൽ മതി. വേണ്ട. നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ ചോദിച്ചിട്ട് മറുപടി പറ. അതൊരു കാര്യം ചെയ്യും, എന്നെ ഇതിനിടയിലേക്ക് പിടിച്ചിടണ്ട. നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങൾ തന്നെ അങ്ങ് തീർത്താൽ മതി. എനിക്കാരോടും പിണക്കൊന്നുമില്ല. നീ എന്തിനാ പിണങ്ങുന്നേ? നീയല്ലേ ഫോൺ പിടിച്ചു വാങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞേ? അപ്പൊ അമ്മയ്ക്ക് എന്നോട് നല്ല പിണക്കമാണല്ലേ? സീരിയസാ? മിണ്ടില്ലേ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. എന്നാ പിന്നെ എന്തിനാ ഇങ്ങനെ നിൽക്കുന്ന? മിണ്ടിക്കൂടെ? നമുക്ക് ഗിരിക്ക് ഭക്ഷണം എടുത്തു വയ്ക്കാം അല്ലേ? വാ വാ. ഫുഡ് കഴിച്ചിട്ട് 2 ടാബ്ലറ്റ് കഴിക്കാനുണ്ട്. കഞ്ഞി കുടിച്ചിട്ട് നഴ്സിനോട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. മതി മതി. ഒട്ടും കഴിച്ചില്ലല്ലോ. കുറച്ചുകൂടെ കഴിക്കേ. വേണ്ടതധികം. ദേ നോക്കി, 4 സ്പൂൺ കഞ്ഞിയാ കുടിച്ചത്. എന്താ ഇത്? ഫുഡ് കഴിക്കാതിരുന്ന എങ്ങനാ? വേണ്ടാത്തോണ്ടാ. എനിക്ക് പോകാൻ സമയമായെന്നാ തോന്നുന്നു. എങ്ങോട്ട് പോവാൻ? ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ പോവാൻ? അമ്മ അതിങ്ങി തന്നെ. മര്യാദയ്ക്ക് ഇത് കുടിച്ചേ. അങ്ങനെ അപ്പൊ അനുസരിക്കാൻ അറിയാല്ലേ? അല്ലേലും ഈ MLA മന്ത്രിയൊക്കെ മംഗലശ്ശേരിക്ക് പണ്ടേ പേടിയല്ലേ? എടി മതി. അച്ഛനെ കളിയാക്കുന്നോ? നന്ദാ മോനെ, വാതില് തുറന്നേ. നന്ദാ. മോനെന്താ പേടിച്ചു പോയോ?
കഴിക്കാൻ വിളിച്ചിട്ട് എന്താ വരാത്തത്? എനിക്ക് വേണ്ടമ്മേ. ഞാൻ തെങ്ങ് കൊണ്ടുവന്നു, നീ ഇത് കഴിക്കേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ശരി, നീ പോയി എന്റെ ഫോണിന്റെ ചാർജർ എങ്ങനെ എടുത്തോണ്ട് വരുമോ? അപ്പുറത്തെ മുറിയിലുണ്ട്. എന്നാലേ എനിക്കൊരു കൂട്ടായിട്ട് രാധികയും വാ. വാ. ദാ കഴിച്ചേ. ആ നന്ദ, നീ എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നിന്റെ മനസ്സിന്റെ ഭാരം കുറഞ്ഞു എന്നാ പറഞ്ഞത്. ഇനി വരും പോലെ വരട്ടെ, നമുക്ക് നേരിടാം. ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിയാലും ശരി, ഒറ്റപ്പെടുത്തിയാലും ശരി, ഈ അമ്മ നിന്റെ കൂടെ ഉണ്ടാവും. മോനെ, ഇത് കഴിക്ക. എനിക്ക് വേണ്ടമ്മേ. ആ മംഗലശ്ശേരി മാധവന്റെ താടിയൊക്കെ നരച്ചല്ലോ. ആ വീട്ടിൽ ചെല്ലട്ടെ, ഞാൻ ഡൈ ചെയ്ത് തരാട്ടോ. നിനക്ക് എങ്ങനെ പറ്റുന്നു മോളെ? എന്താച്ചാ? എനിക്കറിയാം. എനിക്ക് വേണ്ടി നീ സന്തോഷം അഭിനയിക്കല്ലേ. നിന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ അച്ഛൻ കാണുന്നുണ്ട്. എന്ത് പ്രയാസം? അച്ഛനൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? എനിക്കൊരു വിഷമവും ഇല്ല. ഞാനേ MLA ദേവിക. എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാട് നന്നാക്കണം, പക്ഷേ സ്വന്തമായി സന്തോഷമുള്ളൊരു കുടുംബവും വേണ്ട മോളെ. എനിക്ക് കുടുംബം ഉണ്ടല്ലോ. അച്ഛൻ, അമ്മ, അനിയത്തി, ഞാൻ. നമ്മൾ 4 പേരടങ്ങുന്ന സന്തോഷമുള്ളൊരു കുടുംബം. നീ വീണ്ടും അഭിനയിക്കുക. അമ്മ പറയുന്നത് കേക്ക്. നീ ഒന്നുകൊണ്ടും ഭയപ്പെടരുത്. ഞങ്ങളൊക്കെയുണ്ട് നിന്റെ കൂടെ. ഞാൻ കാരണം എല്ലാവർക്കും പ്രശ്നങ്ങൾ വരാൻ പോവോ? വരട്ടെ, ഞങ്ങൾ സഹിച്ചോളാം. അതോർത്ത് നീ വിഷമിക്കണ്ട. അമ്മയെല്ലാവരും കുറ്റപ്പെടുത്തും. എനിക്ക് വേണ്ടി എന്റെ കൂടെ നിന്ന് അമ്മയാണ് എന്നെ ചീത്തയാക്കിയെന്ന് പറയും. അച്ഛനിപ്പോ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പറയട്ടെ, ഒരമ്മയുടെ മനസ്സ് മറ്റുള്ളവർക്ക് എളുപ്പം മനസ്സിലാവില്ല. എന്റെ വിഷമവും സമ്മർദ്ദവും നീ വിട്ടേക്ക്. നീ മനസ്സ് ശാന്തമാക്ക്. എന്തായാലും സിദ്ധുവും ദേവികയും കാര്യങ്ങൾ അറിഞ്ഞല്ലോ. ഇനി അവരാലോചിച്ച് തീരുമാനിക്കട്ടെ. മോളെ, എന്താച്ചാ? എന്റെ മനസ്സിപ്പോഴും പറയുന്നു, നന്ദനൊരു പാവാ മോളെ. മോളെ, ഞാനും നിന്റെ അമ്മ ഇത്രയും കാലം ജീവിച്ചത് എന്തിനാ? ഞങ്ങളുടെ മക്കളുടെ സന്തോഷം കാണാനാ, അവർ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാനാ. ശാരികയുടെ കാര്യത്തിൽ ഇനി പ്രതീക്ഷയൊന്നുമില്ല. അവൾ തീരുമാനിച്ച വഴിയിലൂടെ പോകും. മോളെ, നീ ഞങ്ങളെ മനസ്സിലാക്കണം. നന്ദനോട് ഞാൻ സംസാരിക്കാം. അത് വേണ്ടച്ചാ. അമ്മേ, ദേവിക്ക് എന്നോടുള്ള വെറുപ്പ് കൂടിക്കാണുമല്ലേ? മോനെ, അവളൊരു MLA കൂടിയല്ലേ. അപ്പൊ അവൾക്ക് പലതും ആലോചിക്കേണ്ടി വരും. നന്ദ, അവളുടെ അച്ഛൻ ഹോസ്പിറ്റലില്, നീയുമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ, അങ്ങനെ അവളും ആകെ തളർന്നു നിൽക്കുക. അച്ഛനിപ്പോ അതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ആദ്യം അസുഖം ഭേദാവട്ടെ. പുറത്തെ മുറിവൊന്നും പ്രശ്നമല്ല മോളെ, ഉള്ളിലാ
വേദന കെട്ടിക്കിടക്കുന്നത്. അത് കുറയാൻ നീ തന്നെ വിചാരിക്കണം. എന്താ മോളെ നീ ഒന്നും പറയാത്തത്? നന്ദനുമായി ഒന്ന് സംസാരിച്ചൂടെ? അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ ഡിസ്ചാർജായി ഇവിടെ നിന്ന് ഇറങ്ങണം. അതേ ഇപ്പോൾ ഉള്ളു മനസ്സിൽ. ബാക്കിയൊക്കെ പിന്നെ. എന്തായാലും നീ ഈ ഭക്ഷണം കഴിക്ക. അമ്മേ, വേണ്ടമ്മേ, എനിക്ക് ആഹാരം ഇറങ്ങില്ല. നീ അമ്മയെ സങ്കടപ്പെടുത്താതെ കഴിക്കേ. വേണ്ടാത്തോണ്ടാ അമ്മേ. കഴിക്കേ. അമ്മയുടെ പൊന്നു മോനല്ലേ. കഴിച്ചേ. ആ മതി മതി മോളെ. പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടിയോ മുരളി? ആ, ലിസ്റ്റിലുണ്ടായിരുന്നെല്ലാം വാങ്ങിയിട്ടുണ്ട്. അല്ല, മുരളേട്ടൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോണ്ടേ? ദേവിക ആശുപത്രിയിലല്ലേ. ഇന്നത്തെ പ്രോഗ്രാംസ് കുറെ മാറ്റിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആശുപത്രിയിൽ എങ്ങനെയുണ്ട് മുരളി? എന്തെങ്കിലും പറഞ്ഞോ? മാധവനങ്ങളിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. പേടിക്കേണ്ട അവസ്ഥയൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ. ആഹാരവും മരുന്നും ഒക്കെ കഴിച്ച് കൃത്യമായിട്ട് റെസ്റ്റ് എടുത്ത 2 ആഴ്ച കൊണ്ട് ആള് പയറുപോലെ എഴുന്നേറ്റ് നടക്കും. പിന്നെ ആഹാരം അമ്മയുടെ കൈ കൊണ്ടായതുകൊണ്ട് ഔഷധത്തെക്കാൾ ഉത്തമമായിരിക്കുമല്ലോ. ഒന്ന് പോടാ അവന്റെ ഒരു കളിയാക്കല്. ആശുപത്രി വിട്ട് പോകുന്നവരെ ഇവിടുന്ന് ആഹാരം കൊടുക്കുന്നതിലേ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അമ്മേ, ഇക്കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു. ശാരികയോടുള്ള ദേഷ്യമൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ നന്മ ചെയ്യാന്നൊക്കെ പറഞ്ഞാ അത് നിസ്സാര കാര്യമല്ലല്ലോ. ആര് പറഞ്ഞ അവളോട് ദേഷ്യമില്ലാന്ന്? ഈ ജന്മത്ത് അത് മാറാൻ പോണില്ല. ആശുപത്രി ആയതുകൊണ്ടാ. രാധിക അവിടെയല്ലേ? എനിക്ക് ആശുപത്രി പോയി അങ്ങേരെ ഒന്ന് കാണുന്നുണ്ട്. ശാരിക അവിടെ എങ്ങാൻ കണ്ട ഞാൻ എന്തെങ്കിലും പറഞ്ഞു. ഒന്ന് നിർത്തമ്മേ. ശാരിക വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അവളത് പറഞ്ഞല്ലോ. എന്തായാലും ശരി, അവളെ അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അവളുടെ തലതിരിഞ്ഞ പോക്ക് കാരണ ആ കുടുംബത്തിൽ ഓരോരോ ആപത്തുകൾ വന്ന് കയറണത്. നോക്കിക്കോ, ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. ഇനിയുണ്ടാവും ഒന്നിനൊന്ന് പുറകെയായി ഓരോ കുഴപ്പങ്ങള്. ഇങ്ങനെ പ്രാഗിക്കൊണ്ട് ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു കാര്യമില്ലമ്മേ. നല്ല മനസ്സോടെ ഇതൊക്കെ ചെയ്യേണ്ടത്. അത് രണ്ടും നീ അങ്ങനെ കൂട്ടി കുഴക്കണ്ട. ശാരി വേറെ, ആഹാരം വേറെ. ഓരോരോ ന്യായം പറഞ്ഞു വന്നിരിക്കുന്നു. ഇങ്ങോട്ട് കാണാ വർത്താനം പറയണതാ. മുരളേട്ടനെ പോലെ അല്ല അമ്മ. ദേഷ്യം പുറത്ത് കാണിക്കുമെങ്കിലും കരുണയും സ്നേഹമൊക്കെ അകത്തുണ്ട്. എന്നുവെച്ചാ എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലെന്നാണോ? ഉണ്ട്, പക്ഷെ അങ്ങനെയുള്ളതല്ലേ ഈ മുഖത്ത് വിരിയൂ. പണി നടക്കട്ടെ.
ദേച്ചി ചായ ഇപ്പൊ എടുക്കട്ടെ മാധവേട്ടാ? വേണ്ട, കുറച്ച് കഴിയട്ടെ. ഉം. സിദ്ധാർത്ഥൻ സാറ് വിളിച്ചോ മോളെ? ഇങ്ങോട്ട് വരുമെന്ന് മറ്റോ പറഞ്ഞോ? വരുമായിരിക്കും അച്ഛാ. അതൊന്നും പറയാൻ പറ്റില്ല അച്ഛാ, നല്ല തിരക്കായിരിക്കും. നിന്ന നിപ്പില് വീട് മാറി താമസിക്കുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ട് കാണില്ലേ? വീട് മാറിയോ? അമ്മ അച്ഛനോട് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. അതിപ്പോ അവര് വീട് മാറിയതിന് നമുക്കെന്താ? ആ, അത് കറക്റ്റ്. എന്താ മോളെ പെട്ടെന്ന്? ഏതോ തിരുമേനി അവിടുത്തെ അമ്മയോട് പറഞ്ഞത്രേ, മരണം നടന്ന വീടായതുകൊണ്ട് ചന്ദ്രോത്ത് താമസിക്കുന്നത് ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന്. മീര അവിടെയാണല്ലോ മരിച്ചത്. അതുകൊണ്ടാണോ? ഓ, അപ്പൊ പ്രേതപ്പേടിയാണ് പ്രധാന കാരണം. അത് ഞാൻ അറിഞ്ഞില്ല. കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടവര് പേടിക്കണം.